യൂറിൻ കെമിക്കൽ എക്സാമിനേഷന്റെ തുടർച്ചയായി വരുന്ന 2 ടെസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂറിൻ ബൈൽ സോൾട്ട്, യൂറിൻ യൂറോബിലിനോജൻ. Detection of bile salts. Bile salts are produced in liver using cholesterol and excreted into small intestine through bile. ലിവറിലാണ് ബൈൽ സോൾട്ടുകളുടെ നിർമ്മാണം നടക്കുന്നത്. കൊളസ്ട്രോൾ എന്ന ലിപ്പിഡിനെ ഉപയോഗപ്പെടുത്തി ലിവർ ബൈൽ സോൾട്ടിനെ നിർമ്മിക്കുന്നു. നമുക്കറിയാം, ലിവറിന്റെ സെക്രീഷന് നമ്മൾ പറയുന്ന പേരാണ് ബൈൽ. ഈ ബൈൽ ലിവർ ഉൽപ്പാദിപ്പിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടത്തിവിടുന്നു. ഗോൾ ബ്ലാഡർ വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പോകുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന ബൈലിൽ ബൈൽ പിഗ്മെന്റ്സ്, ബൈൽ സോൾട്ടുകൾ കൂടാതെ ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ, പിന്നെ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലിവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ആ ബൈലിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ആ ബൈലിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ബൈൽ സോൾട്ട്. ഈ ബൈൽ സോൾട്ടിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് കൊഴുപ്പിന്റെ അഥവാ ലിപ്പിഡിന്റെ ഡൈജഷൻ ആണ്. ലിപ്പിഡ് വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. ഈ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള, വാട്ടറിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഈ ലിപ്പിഡിനെ ഡൈജഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കുന്നു. എമൾസിഫൈ ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ബൈൽ സോൾട്ടുകൾ. ബൈൽ സോൾട്ടുകൾ എമൾസിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും സർഫസ് ടെൻഷൻ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോളിക്യുലാർ ലെവലിലേക്ക്, അതല്ലെങ്കിൽ വളരെ ചെറിയ ഡ്രോപ്ലെറ്റ് ലെവലിലേക്ക് ലിപ്പിഡ് സ്പ്രെഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് നാം എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2 രീതിയിലുള്ള ബൈൽ സോൾട്ടുകളാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്: സോഡിയം ടോറോകോളേറ്റ്, സോഡിയം ഗ്ലൈക്കോകോളേറ്റ്. ഈ ബൈൽ പിഗ്മെന്റുകൾ സ്വാഭാവികമായിട്ട് നോർമൽ യൂറിനിൽ കാണപ്പെടാറില്ല. നോർമലി ആബ്സെന്റ് ഇൻ യൂറിൻ. ഇത് കാണപ്പെടുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. എന്താണ് ജോണ്ടിസ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തതാണ്. യെലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, അതാണ് ജോണ്ടിസിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ. നമ്മുടെ ശരീരത്തിലെ മ്യൂക്കസ് മെംബ്രെയിന്റെയും സ്കിന്നിന്റെയും കളറ് മഞ്ഞയായിട്ട് മാറുന്നു. ഇതിനുള്ള കാരണം നമ്മുടെ ബ്ലഡില് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റിന്റെ ലെവൽ വർദ്ധിക്കുന്നതാണ്. ബിലിറൂബിൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹിമോഗ്ലോബിന്റെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബിലിറൂബിൻ. ഈ ബിലിറൂബിനെ ലിവർ ബൈലിൽ കൂടി സാധാരണ രീതിയിൽ പുറന്തള്ളാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ ലിവറിൽ ഒബ്സ്ട്രക്ഷൻ, തടസ്സം വന്നു കഴിഞ്ഞാൽ ഈ ബിലിറൂബിനെ ബൈലിൽ കൂടി ശരിയായ രീതിയിൽ പുറന്തള്ളാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ബിലിറൂബിൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന ബിലിറൂബിൻ ജോണ്ടിസിന് കാരണമാകുന്നു. ഇപ്പൊ ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സം, ബൈലിന്റെ ഒഴുക്കിന് ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സമുണ്ടായി തൽഫലമായിട്ടുണ്ടാകുന്ന ജോണ്ടിസിനാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയുന്നത്. അങ്ങനെ തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബൈൽ പിഗ്മെന്റ് മാത്രമല്ല ബൈൽ സോൾട്ടുകളും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതായത് ലിവറിൽ നിന്നും ഇൻറ്റസ്റ്റൈനിലേക്ക് പോകേണ്ട ബൈലിന് ഒരു തടസ്സം വന്നാൽ, ഒബ്സ്ട്രക്ഷൻ വന്നാൽ, ബൈൽ സോൾട്ടുകളും അതോടൊപ്പം തന്നെ ബൈൽ പിഗ്മെന്റുകളും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ബൈൽ സോൾട്ടുകളെ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യുകയും തൽഫലമായി യൂറിനിൽ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. ഇപ്പൊ നോർമലി ബൈൽ സോൾട്ട് യൂറിൽ കാണാറില്ല. ബൈൽ സോൾട്ട് യൂറിൽ കാണുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. എങ്ങനെയാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ബൈൽ സോൾട്ട് യൂറിലേക്ക് വരുന്നു എന്നുള്ളത് നാം കണ്ടു. ഇനി അതിന്റെ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ആണ്. ഹെയ്സ് ടെസ്റ്റ് ആണ് യൂറിൻ ബൈൽ സോൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹെയ്സ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. As bile salts decrease surface tension of urine, sprinkled sulfur powder will sink to the bottom.
ബൈൽ സോൾട്ടിന്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, സർഫസ് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളത്. ആ സർഫസ് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ള ആ പ്രോപ്പർട്ടിയാണ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. യൂറിനില് ബൈൽ സോൾട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ യൂറിന്റെ സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അങ്ങനെയുള്ള യൂറിനിലേക്ക് ഡ്രൈ ആയിട്ടുള്ള സൾഫർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറവായതിനാൽ ഈ സൾഫർ പൗഡർ അതിന്റെ താഴേക്ക് സിങ്ക് ചെയ്യുന്നു, അതിന്റെ പ്രതലത്തിന് താഴേക്ക് സിങ്ക് ചെയ്യും. അപ്പോൾ സൾഫർ പൗഡർ സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ കുറയണം. സർഫസ് ടെൻഷൻ കുറയണമെന്നുണ്ടെങ്കിൽ ബൈൽ സോൾട്ട് ഉണ്ടാകണം. അതായത് സൾഫർ പൗഡറിന്റെ സിങ്കിങ് ബൈൽ സോൾട്ടിന്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പ്രൊസീജിയർ നോക്കാം. ടേക്ക് 5 ml ഓഫ് യൂറിൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബോ അതല്ലെങ്കിൽ ചെറിയ ബീക്കറോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്പ്രിങ്കിൾ സ്മോൾ എമൗണ്ട് ഓഫ് ഫൈൻ സൾഫർ പൗഡർ. ഫൈൻ ആയിട്ടുള്ള, കട്ട പിടിക്കാത്ത ഡ്രൈ ആയിട്ടുള്ള സൾഫർ പൗഡർ നമ്മൾ തൂകുക, സ്പ്രിങ്കിൾ ചെയ്യുക, വിതറുക ചെറുതായിട്ട്. ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് സൾഫർ പൗഡർ വിതൗട്ട് ഷെയ്ക്കിംഗ്. ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലും ബീക്കർ ആണെങ്കിലും ഷെയ്ക്ക് ചെയ്യരുത്. ഷെയ്ക്ക് ചെയ്യാതെ തന്നെ ഈ സൾഫർ പൗഡർ സിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. സിങ്കിങ് ഓഫ് സൾഫർ പൗഡർ ഇൻഡിക്കേറ്റ്സ് പ്രസൻസ് ഓഫ് ബൈൽ സോൾട്ട്. ഈ സൾഫർ പൗഡർ താഴേക്ക് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൈൽ സോൾട്ടിന്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ബൈൽ സോൾട്ട് നോർമലി കാണാറില്ല. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പോലുള്ള കണ്ടീഷനിലാണ് ബൈൽ സോൾട്ട് കാണുക. ആ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുക. അടുത്തതായി ഡിറ്റക്ഷൻ ഓഫ് യൂറോബിലിനോജൻ. യൂറിനിൽ കാണുന്ന യൂറോബിലിനോജൻ എന്ന ഘടകത്തെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? നോർമൽ യൂറിനിൽ യൂറോബിലിനോജൻ കാണുന്നുണ്ട്. ഈ യൂറോബിലിനോജനും മുമ്പ് നമ്മൾ ബൈൽ പിഗ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഹീമോഗ്ലോബിന്റെ മെറ്റബോളിസം. ആ ഹീമോഗ്ലോബിന്റെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂറോബിലിനോജൻ. ബിലിറൂബിൻ formed from hemoglobin is excreted through bile into small intestine. ഹീമോഗ്ലോബിനിൽ നിന്ന് അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയി ഫോം ചെയ്യുന്ന ബിലിറൂബിൻ ലിവറിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ട് ബൈലിൽ കൂടി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. It is converted into urobilinogen and stercobilinogen in intestine and excreted through stool. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന ബിലിറൂബിനെ അവിടെയുള്ള ബാക്ടീരിയൽ ഫ്ലോറ യൂറോബിലിനോജനും സ്റ്റെർക്കോബിലിനോജനുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സ്റ്റെർക്കോബിലിനോജൻ പൂർണ്ണമായിട്ടും സ്റ്റൂളിൽ കൂടി പുറന്തള്ളപ്പെടുന്നു. A small amount of urobilinogen is absorbed into blood and finally get excreted through urine. അങ്ങനെ ഫോം ചെയ്യുന്ന യൂറോബിലിനോജന്റെ ഒരു ഭാഗം ഏകദേശം 20% വീണ്ടും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്ത് അത് സർക്കുലേഷനിലേക്ക് എത്തി സർക്കുലേഷനിൽ കൂടി ലിവറിലെത്തുന്നു. അങ്ങനെ ലിവറിലെത്തി അതിൽ കൂടുതൽ ഭാഗവും ലിവറിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. ഒരു കുറഞ്ഞ ഭാഗം കിഡ്നിയിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നു. അതിനാണ് നമ്മൾ യൂറിൻ യൂറോബിലിനോജൻ എന്ന് പറയുന്നത്. ആ ഫോർമേഷൻ നമുക്ക് ഒരു ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ ഒരിക്കൽ കൂടി നോക്കാം. ബ്ലഡിലെത്തുന്ന ബിലിറൂബിനെയാണ് കാണിച്ചിരിക്കുന്നത്. ബ്ലഡിലേക്ക് ബിലിറൂബിൻ എത്തുന്നത് മുമ്പ് പലവട്ടം നമ്മൾ കണ്ടതുപോലെ RBC അതിന്റെ ലൈസിസ് ഏതെങ്കിലും രീതിയിൽ ഡാമേജ് സംഭവിക്കുകയോ അതല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ പൂർത്തിയാകുകയോ ചെയ്ത് കഴിയുമ്പോൾ RBC സ്പ്ലീനിനുള്ളിൽ ലൈസിസിന് വിധേയമാകുന്നു. ആ പ്രോസസ്സിന് നാം പറയുന്ന പേരാണ് ഹീമോലൈസിസ്. ഹീമോലൈസിസിന്റെ ഭാഗമായി ഹീമോഗ്ലോബിൻ പുറത്തു വരുന്നു. ആ ഹീമോഗ്ലോബിനെ ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹീമോഗ്ലോബിനെ ബിലിറൂബിനായിട്ട് സ്പ്ലീനിൽ കൺവേർട്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം ആ ബിലിറൂബിൻ ബ്ലഡിലേക്ക് റിലീസ്ഡ് ആകുന്നു. അപ്പൊ ബ്ലഡിലേക്ക് റിലീസ് ആകുന്ന ആ ബിലിറൂബിന് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്നാണ് നാം വിളിക്കുന്നത്. ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ
ആൽബുമിനുമായിട്ട് ഒരു കാരിയർ മോളിക്യൂളുമായ ആൽബുമിനുമായി ചേർന്ന് ലിവറിലേക്ക് എത്തുന്നു. ബ്ലഡിൽ റിലീസ് ചെയ്യപ്പെടുന്ന, സ്പ്ലീനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ആ ബിലിറൂബിനെ നാം അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്നാണ് വിളിക്കുന്നത്. ആ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആൽബുമിനുമായി ചേർന്ന് ബ്ലഡിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് ലിവറിലെത്തുന്നു. ലിവറിലെത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലൂക്കറോണിക് ആസിഡുമായി ചേർന്ന് കോൺജുഗേറ്റഡ് ബിലിറൂബിനായി മാറുന്നു. ലിവറിൽ നടക്കുന്നത് ഒരു കോൺജുഗേഷൻ പ്രോസസ്സാണ്. ബിലിറൂബിനും ഗ്ലൂക്കറോണിക് ആസിഡുമായി ചേർന്ന് ബിലിറൂബിൻ ഗ്ലൂക്കറോണേറ്റ് അഥവാ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഫോം ചെയ്യുന്നു. ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ പ്രത്യേകത ഇത് വാട്ടർ സോല്യൂബിൾ ആണ്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ പ്രത്യേകത അത് വാട്ടർ സോല്യൂബിൾ അല്ല. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബൈൽ വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്ന കോൺജുഗേറ്റഡ് ബിലിറൂബിനെ ബാക്ടീരിയൽ എൻസൈംസ് ആക്ട് ചെയ്ത് യൂറോബിലിനോജൻ ആക്കി മാറ്റുന്നു. ഈ യൂറോബിലിനോജൻ ഏകദേശം 90%, 80 to 90% ഓഫ് യൂറോബിലിനോജൻ ഫീസിസിൽ കൂടി സ്റ്റൂളിൽ കൂടി എക്സ്ക്രീറ്റഡ് ആകുന്നു. 10 മുതൽ 20% യൂറോബിലിനോജനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. പോർട്ടൽ വെയിൻ ആണ് യൂറോബിലിനോജനെ അബ്സോർബ് ചെയ്യുന്നത്. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഈ യൂറോബിലിനോജൻ ലിവറിലെത്തുന്നു. ലിവറിൽ നിന്നും അതിന്റെ ഭൂരിഭാഗവും വീണ്ടും ബൈലിൽ കൂടി എക്സ്ക്രീറ്റഡ് ആകുന്നു. ലിവറിൽ നിന്നും എക്സ്ക്രീറ്റഡ് ആകാത്ത യൂറോബിലിനോജൻ ബ്ലഡിലേക്ക് പ്രവേശിച്ച് അത് കിഡ്നി വഴി എക്സ്ക്രീറ്റഡ് ആയി യൂറിനിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് യൂറിനിൽ യൂറോബിലിനോജൻ കാണപ്പെടുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന യൂറോബിലിനോജനിലെ ഒരു ഭാഗം ബ്ലഡിലേക്ക് വീണ്ടും അബ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്നതിൽ ഒരു ഭാഗം കിഡ്നി വഴി യൂറിനിലേക്ക് എക്സ്ക്രീറ്റഡ് ആകുന്നു. ആ ഒരു പ്രോസസ്സ് വഴിയാണ് യൂറോബിലിനോജൻ യൂറിനിൽ എത്തുന്നത്. മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ എയർലിക്സ് ടെസ്റ്റ് ആണ് യൂറോബിലിനോജനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ്. എയർലിക്സ് ടെസ്റ്റ് ആണ്. പ്രിൻസിപ്പിൾ: യൂറോബിലിനോജൻ റിയാക്ട്സ് വിത്ത് para-dimethyl aminobenzaldehyde to form a cherry red complex. PABA para-dimethyl aminobenzaldehyde എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടുമായി യൂറോബിലിനോജൻ റിയാക്ട് ചെയ്ത് ഒരു ചെറി റെഡ് കളറുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. യൂറോബിലിനോജൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് അഥവാ ഹീമോളൈറ്റിക് അനീമിയ മൂലം ഉണ്ടാകുന്ന ഒരു ജോണ്ടിസ് ആണ് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് നമ്മൾ പറയുന്നത്. ഹീമോളൈറ്റിക് അനീമിയ മൂലം മാത്രമല്ല, എങ്കിലും ഹീമോളൈറ്റിക് അനീമിയ കൊണ്ടും ഉണ്ടാകാം. യൂറോബിലിനോജൻ ഈസ് ഡിക്രീസ്ഡ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, സിറോസിസ് എറ്റ്സെറ്ററ. ഇപ്പൊ യൂറോബിലിനോജൻ കൂടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നാം മനസ്സിലാക്കി, ബിലിറൂബിന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ലിവറിലേക്ക് എത്തുന്ന ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നു. ലിവറിലേക്ക് കൂടുതൽ ബിലിറൂബിൻ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ അളവില് അതിനെ കോൺജുഗേറ്റ് ചെയ്ത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. ഇപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ യൂറോബിലിനോജന്റെ അളവ് വർദ്ധിക്കുന്നു. യൂറോബിലിനോജന്റെ അളവ് വർദ്ധിച്ചു കഴിയുമ്പോൾ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്ന യൂറോബിലിനോജന്റെ അളവും കൂടുന്നു. സ്വാഭാവികമായിട്ടും കിഡ്നി വഴി യൂറിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറോബിലിനോജന്റെ അളവും കൂടുന്നു. അതായത് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ്, ലിവറിന് ഡാമേജ് ഇല്ലാത്തൊരവസ്ഥയിൽ എത്രമാത്രം ബിലിറൂബിൻ ഫോം ചെയ്താലും അതിനെ മുഴുവനായിട്ട് കോൺജുഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറിന് സാധിക്കുന്നു. അതനുസരിച്ച് യൂറോബിലിനോജന്റെ അളവ് ഇൻറ്റസ്റ്റൈനിൽ കൂടുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ യൂറോബിലിനോജൻ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് യൂറിനിൽ കൂടി പുറന്തള്ളുകയും ചെയ്യുന്നു. രണ്ടാമത്തത്, യൂറോബിലിനോജൻ ഈസ് ഡിക്രീസ്ഡ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനെ കുറിച്ച് നാം കണ്ടിരുന്നു. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ലിവറിൽ നിന്നും ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ഫ്ലോ, ആ ഒഴുക്ക്, ബൈലിന്റെ ഫ്ലോ തടസ്സപ്പെടുന്നു. പല കാരണങ്ങളും ഉണ്ടാകാം. ഇൻഫ്ലമേഷൻ കൊണ്ടാകാം,
സ്റ്റോൺ കൊണ്ടാകാം, മറ്റു പല രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻ കൊണ്ടാകാം. എന്തു തന്നെ കാരണമാണെങ്കിലും ലിവറിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ബൈലിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് കെട്ടിക്കിടക്കുകയും ആ ബിലിറൂബിൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെ ബ്ലഡിലേക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ അബ്സോർബ് ചെയ്താൽ ബൈൽ പിഗ്മെന്റ് പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കി ആ കോൺജുഗേറ്റഡ് ബിലിറൂബിന് യൂറിനിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ ഈ ഒബ്സ്ട്രക്ഷൻ കാരണം കോൺജുഗേറ്റഡ് ബിലിറൂബിന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ശരിയായ രീതിയിൽ എത്തിപ്പെടാനാകുന്നില്ല. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും യൂറോബിലിനോജന്റെ പ്രൊഡക്ഷന്റെ റേറ്റ് കുറയുന്നു. യൂറോബിലിനോജൻ പ്രൊഡക്ഷൻ റേറ്റ് കുറഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷനും കുറയും, അതുപോലെ അത് യൂറിനിൽ കൂടി പുറത്തേക്ക് വരുന്നതിന്റെ അളവും കുറയുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസുകളിൽ യൂറോബിലിനോജന്റെ അളവ് കൂടുന്നു. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, അതായത് പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിലും ചില തരത്തിലുള്ള ഹെപ്പാറ്റിക് ജോണ്ടിസുകളിലും യൂറോബിലിനോജന്റെ അളവ് യൂറിനിൽ കുറയുന്നു. അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഇൻറ്റസ്റ്റൈനിലേക്ക് യൂറോബിലിനോജൻ എത്തുന്നത് കുറഞ്ഞാൽ യൂറിനിലെ അളവ് കുറയും. ഇൻറ്റസ്റ്റൈനിലേക്ക് യൂറോബിലിനോജൻ എത്തുന്നത് കൂടിക്കഴിഞ്ഞാൽ യൂറിനിലുള്ള യൂറോബിലിനോജന്റെ അളവും കൂടും. അപ്പൊ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്രമാത്രം എത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും യൂറോബിലിനോജന്റെ അളവ്. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ ഇൻറ്റസ്റ്റൈനിലേക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ധാരാളമായിട്ട് എത്തുന്നു. ഒബ്സ്ട്രക്റ്റീവ് അഥവാ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിൽ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്ന കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് കുറയുന്നു. അതുകൊണ്ട് തന്നെ യൂറോബിലിനോജന്റെ അളവും കുറയുന്നു. Diluted sample is used for semi-quantitative assay. ഒരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് മാത്രമായിട്ട് കാണാതെ ഇതിന് നമുക്കൊരു സെമി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ഉപയോഗപ്പെടുത്താം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് യൂറിൻ ഡയലൂട്ട് ചെയ്യുക, 1:10, 20, 40 ആ രീതിയിൽ ഡയലൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. ചെറിയ റെഡ് കളറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ്. ആ ടൈറ്റർ വെച്ച് നമുക്ക് ആ ടൈറ്റർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് എയർലിക്സ് ടെസ്റ്റ് നമ്മൾ ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത്.